വാർത്തയിൽ ഇന്ന് പ്രധാനമായി ഇന്ന് സംഭവിച്ച വിഷയം സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും ബാർക്കോഴ വിവാദം വരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു തന്ത്രമായി ഭരണപക്ഷവും അതിനെ എങ്ങനെ പ്രതിപക്ഷം നേരിടുന്നു എന്നുള്ളതുമാണ് വരും ദിവസങ്ങളിൽ ഇനി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നത്. നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ഗവർണർ ഇതിന് അനുമതി നൽകി കഴിഞ്ഞാലാണ് നിയമപരമായി നേരിടാനുള്ള ഒരു അവസരം തന്നെ വരികയുള്ളൂ. അത് മറ്റൊരു ചോദ്യം, ഗവർണറിന് അനുമതി നൽകുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. ഏതായാലും ആദ്യഘട്ടത്തിൽ വിശദാംശങ്ങളുമായി അനുചേരുന്നു. അതുകൂടാതെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമുള്ള രാഷ്ട്രീയ നേതാക്കൾ പ്രതികരണങ്ങളുമായി ചേരുകയും ചെയ്യും. ആദ്യം അനുവിലേക്ക്. നിർണായകമായ നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇനി ഇതിൽ സംഭവിക്കാനിരിക്കുന്നത്, അതായത് ഗവർണറുടെ തീരുമാനമടക്കം എന്തൊക്കെയാണ് പ്രധാനമായും? ഗോപി, ഇനി ഏറ്റവും പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന കാര്യം ഗവർണർ ഇക്കാര്യത്തിൽ ഒരു അനുമതി നൽകുക എന്നുള്ളതാണ്. അതായത് മുൻ മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് എന്നിവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കണമെങ്കിൽ അതിന് ഗവർണറുടെ അനുമതി തേടണം എന്ന ഒരു അമെന്റ്മെന്റ് കഴിഞ്ഞ ദിവസങ്ങൾ വന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗവർണറുടെ അനുമതിക്കായി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ഫയൽ ഗവർണർക്ക് അയച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഗവർണർ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. സാധാരണ വിജിലൻസിനെ പോലുള്ള ഒരു ഏജൻസി ഒരു വ്യക്തിക്കെതിരെ പ്രാഥമികമായി ചില ആരോപണങ്ങളിൽ തെളിവുണ്ട്, കഴമ്പുണ്ട് എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ അതിനെ ഗവർണർ തള്ളാറില്ല. അനുമതി നൽകുക തന്നെയാണ് സ്വാഭാവികമായിട്ടുള്ള നടപടി. അങ്ങനെ അനുമതി ലഭിക്കുകയാണെങ്കിൽ വിജിലൻസ് ഏതെങ്കിലും ഒരു വിജിലൻസിന്റെ ഏതെങ്കിലും ഒരു വിങ്ങിനെ, അതായത് സ്പെഷ്യൽ യൂണിറ്റുകളായ ഒന്ന് തിരുവനന്തപുരത്തെ യൂണിറ്റുകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിറ്റിനോ ഈ അന്വേഷണ ചുമതല കൈമാറും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഇതിൽ ആരോപണ വിധേയരും അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആൾക്കാരുടെ മൊഴി എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യമേ ഉണ്ടാകുന്ന ഒരു നടപടി. അങ്ങനെയെങ്കിൽ ബിജു രമേശ്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മന്ത്രിമാരായ തുടരുക. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോട് കൂടെ ചേർന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ആയിരിക്കും ആ രാഷ്ട്രീയവും നിയമപരമായുള്ള നേരിടലുകൾ വരും ദിവസങ്ങളിൽ? ഇതിനകത്ത് ഈ അന്വേഷണത്തിനകത്ത് രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കാരണം ഇത്രയും കാലമായി ഈ തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെ ഒരു അന്വേഷണത്തിലേക്ക് ഇവർ പോകുന്നു എന്നുള്ളത് 100% പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ആ അന്വേഷണത്തിന് വേണ്ടി ഇവർ പോകുന്ന സമയത്ത് ഒരു കൃത്യത പോലും ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. അത് ബാർക്കോഴ കേസിനകത്ത് വിജിലൻസ് അന്വേഷണം നടത്തി അവർ തള്ളിക്കളഞ്ഞു. അതിനുശേഷം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു നില വന്നു. അതിനുശേഷം ഒരു പുതിയ മൊഴിയായിട്ട് ആ ബാർക്കോഴ കേസിൽ അന്ന് തന്നെ മൊഴി കൊടുത്തിരുന്ന ബിജു രമേശ് ഒരു പുതിയ ഡൈവേർഷനോട് കൂടി രംഗത്ത് വരികയാണ്. ഞാൻ പറയുന്നത് അതാണ് ഈ ഗവൺമെന്റ് സമീപനമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഏറ്റവും പരമപ്രധാനം. മാർക്സിസ്റ്റ് പാർട്ടി മൂക്കറ്റം മുങ്ങി നിൽക്കുകയാണ്. 1 ഇഞ്ചും അവർക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് പൊതു വിമർശനം. അത് കേരളത്തിലെ മാധ്യമങ്ങളും മലയാളി ജനസമൂഹവും ഒരുപോലെ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ പുതിയ അന്വേഷണവും അതിന് സ്വാധീകരണം കൊടുക്കുന്ന കാര്യമാണ്. കാരണം മൂക്കറ്റം മുങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഇനി കാണുന്ന തീർച്ചയായും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കാരണം ആ ഫോണിലെ ഒരു ലെവൽ കുറവ്. സാറ് പറയുന്നത് മുഴുവനായിട്ട് ഇങ്ങോട്ട് കേൾക്കില്ല. ഞങ്ങൾ PCR ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറയും. അപ്പോൾ ആ റേഞ്ചിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. അവരൊന്നും നോക്കിയിട്ടേ, കാരണം സാറ് പറയുന്ന കൃത്യമായ കാര്യങ്ങൾ, പക്ഷേ അത് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല. ഒരു സൗണ്ടിന് പ്രശ്നം. സാർ ഒന്ന് ക്ഷമിക്കണം, ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കേ. അനുവാണ് ചേരുന്നത്. അനു, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള ഈ മണിക്കൂറുകൾ. ഏതായാലും തീരുമാനം വന്ന ഇന്ന് രാവിലെയാണ്. ഇത്രയും സമയം, ഇന്ന് ഈ ഒരു 4 മണിക്കൂറുകളിൽ ഉണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി വളരെ പെട്ടെന്ന് അദ്ദേഹവും മറ്റതിഥികളും വരുന്നവരെ. ഗോപി, സ്വാഭാവികമായും സർക്കാരിന്റെ നീക്കത്തെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കണ്ട എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ തന്നെ ഇക്കാര്യം വ്യക്തമാണ്. ഒരുപക്ഷെ ഇതിനെ നിയമപരമായി നേരിടണമെങ്കിൽ മറ്റൊരു കടമ്പ കൂടെ കിടക്കണം. അതായത് ഗവർണർ ഈ അനുമതിക്കായി ഈ അന്വേഷണത്തിന് അനുമതി നൽകുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് ഒരു കേസുമായി അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ എഫ്ഐആർ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി അടക്കം ഇവർക്ക് പോകാനാകും. നിലവിൽ വിജിലൻസിന്റെ പ്രാഥമികമായ ഒരു രഹസ്യാന്വേഷണത്തിന് റിപ്പോർട്ടിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിക്ക് നിലവിൽ പ്രതിപക്ഷത്തിന് പോകാൻ കഴിയില്ല. പകരം അതിനുശേഷം ഗവർണർ ഏതെങ്കിലും തരത്തിൽ ഈ അനുമതി നൽകുകയും എഫ്ഐആർ ഇടുകയും ചെയ്താൽ അതിനെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർക്ക് സ്വാഭാവികമായും പോകാവുന്നതാണ്. നേരത്തെ തന്നെ വിൻസെന്റ് പോൾ അടക്കം നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഈ ബാർക്കോഴ അഴിമതി ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ഇതിന്റെ പല ഘട്ടത്തിലും അന്വേഷണം നടന്നിരുന്നു. അവിടെയൊക്കെ ഇതിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള തെളിവുകളില്ല എന്നുള്ള
ഒരു നിലപാട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ബിജു രമേശിനെ പോലെ ഒരു ബാറുടമ ഈ കോഴ കൊടുത്തു എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു കേസ് അതിന് നടപടിക്കായി സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഗോപി. യെസ്, അനു തുടരുക. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുന്നു. അദ്ദേഹം ടെലിഫോൺ കൃത്യമായെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിൻ്റെ ഒരു വാദം, ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ അതിൽ അന്വേഷണം വേണ്ടേ എന്നുള്ളതായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബിജു രമേശ് പറഞ്ഞത്, ഇപ്പോൾ 4 വർഷത്തിന് ബിജു രമേശ് അന്നും ഇന്നും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തെ 164 വിവിധ കാര്യങ്ങളുണ്ടായിരുന്നു. താങ്കൾ അന്ന് മന്ത്രിയുമായിരുന്നു, ഈ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞതിൽ പുതുതായി വല്ലതും ഈ പുതിയ വെളിപ്പെടുത്തലിലുണ്ടോ? എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇതല്ല അന്ന് പറഞ്ഞതും പിന്നീട് എല്ലാ കാര്യങ്ങളും ഒരു സ്ക്രൂട്ടണിക്ക് വിധേയമാക്കിയതും വിജിലൻസ് 2 ഘട്ടങ്ങളിലായി അന്വേഷണം നടത്തിയതും അതിനുശേഷം അവർ തെളിവുകളില്ല എന്ന് പറഞ്ഞ് മടക്കി വിട്ടതുമാണ്. ശ്രീ കെ എം മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെ ഒരു വശത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമം നടത്തിയപ്പോ അവരും അന്ന് ഈ കേസിനെ കുറിച്ച് പറഞ്ഞത് നിലപാട് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ രാഷ്ട്രീയവും മാറി, അതിനേക്കാൾ മാർക്സിസ്റ്റ് പാർട്ടിയും മാറി. കാരണം ഈ ഗവൺമെന്റ് മൂക്കറ്റം മുങ്ങി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഗവൺമെന്റ് അവസാനത്തെ ഒരു ആയുധം എന്നുള്ള നിലയിലാണ് അവരുടെ ആയുധപ്പുരയിലെ രാസപ്രയോഗം ഇതിലൂടെ നടത്താൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നത്. ഒരു കാരണവശാലും ഉണ്ടാവില്ല. കാരണം ജനങ്ങൾക്ക് അത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ പഴയ പ്രസ്താവനകളുടെ 2ാം പതിപ്പ് ഇറക്കുകയാണ്. അങ്ങനെ 2ാം പതിപ്പ് ഇറക്കി അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത്. എ ക്ലാസ് തിയേറ്ററിൽ ഓടി, ബി ക്ലാസ് തിയേറ്ററിൽ ഓടി, അവസാനം സി ക്ലാസ് തിയേറ്ററിൽ എത്തിയ സാധനമാണ് ഈ ഗവൺമെന്റ് പൊക്കിക്കൊണ്ടുവരുന്നത്. എന്താ കാരണം? ഈ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും എല്ലാം വളരെ വളരെ ചോദ്യം ചെയ്യേണ്ട ചെയിൻഡ് സ്വഭാവമുള്ള ആളുകളാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു, കേരള ജനസമൂഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പൊ പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എല്ലാവരും ഒരേ നിറത്തിലാക്കുക, എല്ലാവരുടെയും ദേഹത്തെ കരിയടിക്കുക, എന്നിട്ട് എല്ലാവരെയും അപമാനിക്കുക. ഇതൊരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന അഴിമതിയിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും കുടുക്കി കളയും എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ്. യെസ്, തിരുവഞ്ചൂർ ഒരു നിമിഷം. ഇത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവും ഈ പോയിന്റ് പറയുകയുണ്ടായി. ശ്രീ വി പി മുസ്തഫ കൂടി ചേരുന്നു. ശ്രീ വി പി മുസ്തഫ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു അന്വേഷണം? അത് ഇപ്പോഴല്ലേ ഒരു പുതിയ നേരത്തെയുള്ള ആരോപണത്തിന്റെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായത്. എന്താണ് സാർ അത്? ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. സാർ, ഈ നേരത്തെ ഉള്ളതിൽ പുതിയതായി എന്താണ് സാർ ഉള്ളത്? ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ സാർ, നേരത്തെ 164-ൽ അല്ല, താങ്കളുടെ ഒരു ക്ലാരിഫിക്കേഷൻ, നേരത്തെ 164-ൽ പുതുതായിട്ട് എന്താണ് അന്ന് കൊടുത്തതിൽ പുതുതായിട്ട് എന്താണ് അദ്ദേഹം കൂടി പറഞ്ഞിട്ടുള്ളത് താങ്കൾ മനസ്സിലാക്കുന്നത്? അതായത് ബിജു രമേശ് എന്ന് പറയുന്ന ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണങ്ങളാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ രമേശ് ചെന്നിത്തലക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്ന്? LDF-ന്റെ കൺവീനറോ അല്ലെങ്കിൽ LDF-ന്റെ ഘടകകക്ഷികളുടെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ KPCC പ്രസിഡന്റിനും അന്നത്തെ UDF-ന്റെ മന്ത്രിമാർക്കും കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്ന്? ഇവിടെ ഒരു ആരോപണം ഉന്നയിക്കുന്നതാരാ? ഇപ്പം അദ്ദേഹം UDF-ന്റെ പ്രതിനിധികൾ പറയുന്ന പോലെ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയമൊക്കെ ആവണമെങ്കിൽ ഇടതുപക്ഷം ആരോപണം ഉന്നയിക്കുകയും ആ ആരോപണത്തിന്റെ പുറത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്താലല്ലേ ഉണ്ടാവുക. ഇവിടെ ഇടതുപക്ഷവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ബിജു രമേശിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമല്ലേ? അദ്ദേഹം AIDMK പോലുള്ള ചില പാർട്ടിയുടെ നേതാവായിട്ടാണ് ചില ഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുള്ളയാൾ അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം പറയുന്നത്. താങ്കൾ പറഞ്ഞ ആ പോയിന്റിൽ ഒരു കാര്യമുണ്ട്. കാരണം ഇടതുപക്ഷം കൊണ്ടുവന്ന ആരോപണമല്ല. പക്ഷേ ഞാൻ ചോദിച്ച പോയിന്റ് അതല്ല. ഇപ്പം താങ്കളും അന്നും ഈ കേസിനെ ഫോളോ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. അന്ന് 3.5 കോടി രൂപ ബാർ ഓണേഴ്സ് അസോസിയേഷൻ പിരിച്ചു. അതിൽ പലർക്കുമായി വീതിച്ചു. ഒരു ഭാഗം മാണി സാറിന്, ഒരു ഭാഗം കെ ബാബു, 50 ലക്ഷം കെ ബാബുവിന്, 25 ലക്ഷം ശിവകുമാറിന്, ചെന്നിത്തലയ്ക്ക് 1 കോടി. അതായിരുന്നില്ലേ അന്നത്തെയും അദ്ദേഹത്തിന്റെ മൊഴി? അതന്നെയല്ലേ അദ്ദേഹം ഇന്നും പറഞ്ഞിട്ടുള്ളൂ? അന്നത്തെ മൊഴി അനുസരിച്ച് 2 ഏജൻസികൾ അന്വേഷിച്ചു. കോൺഗ്രസ് ഭരണത്തിലുള്ളപ്പോൾ അന്വേഷിച്ചു, ഇടതുപക്ഷ ഭരണത്തിലുള്ള അപ്പോൾ അന്വേഷിച്ചു. ആ 2 കേസിലും തെളിവുകളില്ല എന്ന വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയിലും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും കടക്കുന്നു. അതല്ലേ വസ്തുത? അതിൽ കൂടുതലായിട്ട് സാർ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത് ഈ അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങളിൽ? ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പറയുന്നത് അന്നത്തെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു.
ഞാനിതാ കൃത്യമായിട്ട് അന്നത്തെ മോഡസ് ഓപ്പറേണ്ടി എങ്ങനെയാണ് വെറുതെ ഇങ്ങനെ ഒരു 50 ലക്ഷം കൊടുത്തു അല്ലെങ്കിൽ 25 ലക്ഷം കൊടുത്തു എന്ന് മാത്രമല്ല, കേരളത്തിലെ ബാർ ഹോട്ടൽ ഉടമകളിൽ നിന്ന് ഇത്ര രൂപ വീതം പിരിച്ചു. അങ്ങനെ പിരിച്ചെടുത്ത തുക അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ തീർച്ചയായും അത് താങ്കൾ പറഞ്ഞ പോയിന്റാണ്. അന്ന് ബിജു രമേശ് പറഞ്ഞു അന്നത്തെ അന്വേഷണം അട്ടിമറിക്ക ഒറ്റ മിനിറ്റ് സാറേ, അന്ന് ബിജു രമേശ് പറഞ്ഞു, സാറ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്, മുസ്തഫ പറഞ്ഞ പോയിന്റാണ്. അന്നത്തെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. അന്ന് ജോസ് കെ മാണി 10 കോടി എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു, ആ വക കാര്യങ്ങളും പറഞ്ഞിരുന്നു, അതും അട്ടിമറിക്കപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം, അതിലൊരു ഭാരം മാത്രം അടർത്തിയിട്ടിട്ട് കേസ് എടുക്കുന്നത് അതെങ്ങനെയാ സാറ്? അങ്ങനെ ഒരു കാര്യമല്ലോ, ഒരു അല്ല, അങ്ങനെ വെച്ചപ്പോ ജോസ് കെ മാണിക്കെതിരെയും ഒക്കെ വരണ്ടല്ലേ? അത് എല്ലാ വിഷയവുമാണല്ലോ അന്വേഷണത്തിൽ വരിക. അന്വേഷിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അന്വേഷണത്തിന് എന്തിനാ ഇങ്ങനെ വേവലാതിപ്പെടേണ്ട കാര്യം? ഒരു ആരോപണം ഗൗരവമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു. അന്നത്തെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. ഞാനിതിപ്പോ അതിനേക്കാൾ കൂടുതൽ കൃത്യമായിട്ട് വിവരങ്ങൾ പറയുന്നു. മന്ത്രിയുടെ ഓഫീസിൽ ഇത്ര രൂപ കൊണ്ടുകൊടുത്തു, KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ ഇത്ര രൂപ കൊണ്ടുകൊടുത്തു, മറ്റൊരു മന്ത്രിയുടെ വീട്ടിൽ ഇത്ര രൂപ. താങ്കൾ മന്ത്രിയായിരുന്നു, താങ്കൾ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. ശ്രീ മുസ്തഫ പറയുന്നത് കൃത്യമായി പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ എങ്ങനെ കേസെടുക്കാതിരിക്കും എന്നുള്ളതാണ്. എന്താണ് സാർ മറുപടി? പുതിയ ആരോപണം ഈ തെരഞ്ഞെടുപ്പിന്റെ 6 മാസം മുമ്പ് തന്നെ തപ്പിപ്പിടിക്കണമെങ്കിൽ ഇവരുടെ ഗവേഷണ കൗതുകം വളരെ വലുതാണ്. ആ ഗവേഷണ കൗതുകത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവർക്കിപ്പോ സാഹചര്യ സമ്മർദ്ദങ്ങളാണ്. കാരണം സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ മുസ്തഫ പറഞ്ഞതിന്റെ ഒരു ക്ലാരിറ്റി, അതായത് പുതിയതായി വല്ലതും മുന്നോട്ട് വന്നിട്ടുണ്ടോ, നമ്മുടെയൊക്കെ വിവരങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ? ഇതൊക്കെ നേരത്തെ ഒരിക്കൽ പറഞ്ഞു പോയതാണ്. 2ാം വായനയായിരുന്നു. ഇതൊക്കെ നേരത്തെ ഒരിക്കൽ പറഞ്ഞു പോയതാണ്. ഇത് എന്നിട്ട് 2ാം വായനയാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 2ാം വായന. ഇത് കേൾക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുകയല്ലേ? ഇത് കേരളത്തിൽ ഒരു കൂട്ടർ മാത്രമാണ് മിടുക്കർ എന്നൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, ജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് ബോധ്യപ്പെടും. തർക്കിച്ച് മിടുക്കൻ കളിക്കാൻ ശ്രമിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് ഇത് വിജിലൻസിന്റെ വെരിഫിക്കേഷന് വിധേയമായിട്ടുള്ളതാണ്. അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. അതിന്റെ റിപ്പോർട്ടുകളെല്ലാം ഗവൺമെന്റ് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞമാതിരി 2 കോടതിയിലുണ്ട്. അതിനപ്പുറം പുതുതായിട്ട് വല്ലതും വിജിലൻസിന് കിട്ടുകയാണെങ്കിൽ അന്വേഷിച്ചൂടെ? അതിനപ്പുറം എന്ത് വിജിലൻസിന് കിട്ടണമെങ്കിൽ FIR അവിടെ കിടക്കട്ടെ. അതില്ലാതെ പുതിയ FIR ആണ് എടുക്കുന്നത്. വിജിലൻസിന് അന്വേഷിക്കണം എന്ന് വരികിൽ പഴയ FIR ക്ലോസ് ചെയ്യാതെ അവിടെ കിടക്കണ്ടേ? അതില്ലല്ലോ. പുതിയ FIR എടുക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് അനുമതി കൊടുത്തത്. ആ അനുമതി എന്ന് പറയുമ്പോൾ പുതിയ കേസാണ്. അതിന്റെ അർത്ഥം പഴയ കേസിലെ തൊടുന്നില്ല എന്ന് തന്നെ വേണ്ട മനസ്സിലാക്കാൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയില്ല, എന്റെ സംശയമാണ്. സാറ് മിനിസ്റ്റർ ആയിരുന്നാണ്. ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ വന്നു, അതിൽ പുതിയ ചില ഫൈൻഡിങ്സ് അല്ലെങ്കിൽ പുതിയ ചില തെളിവുകൾ വിജിലൻസിന് മുന്നിൽ എത്തിയാൽ ഇപ്പൊ കോടതിയിൽ വിജിലൻസ് പോവാണോ വേണ്ടത്? ഈ കേസിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ശരിയല്ല, പുതിയ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാണോ വേണ്ടത്? അത് പുതിയ FIR ഇടാണോ വേണ്ടത്? അല്ല, റീഓപ്പൺ ചെയ്യണം. ഫർദർ എൻക്വയറി നടത്തണം. ആ ഫർദർ എൻക്വയറിക്കുള്ള പോസിബിലിറ്റിയാണ് ഇവർ നോക്കുന്നത്. പഴയ കാര്യങ്ങൾക്ക് തന്നെ ഫർദർ എൻക്വയറി എങ്ങനെ നടക്കാൻ പറ്റും? അപ്പൊ ഒരിക്കൽ എടുക്കുകയും ഓപ്പൺ ചെയ്യുകയും അതിനെക്കുറിച്ച് എല്ലാം തെളിവെടുക്കുകയും ചെയ്ത് അത് ക്ലോസ് ചെയ്യുകയും ചെയ്തതിനു ശേഷം ആ പഴയ അതേ സ്റ്റേറ്റ്മെന്റുകൾ പുതിയ രൂപത്തിൽ വന്നാൽ എങ്ങനെയാ ഫർദർ എൻക്വയറി നടത്തുന്നത്? അങ്ങനെയാണെന്ന് ഒരിക്കൽ നിയമ സംവിധാനത്തിനകത്ത് ഏതെങ്കിലും ഒരു കേസ് ഒരിക്കലെങ്കിലും ക്ലോസ് ചെയ്യാൻ പറ്റുമോ? സാധ്യമല്ലല്ലോ. അതിങ്ങനെ വീണ്ടും ഓരോ കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് 100% വൈദ്യുതി. തിരുവനന്തപുരം സംശയം ചോദിക്കട്ടെ, അന്നത്തെ അദ്ദേഹത്തിന്റെ മൊഴി അനുസരിച്ച് ഇവരുടെ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു. മാണി സാർ അടക്കം, ശ്രീ രമേശ് ചെന്നിത്തല അടക്കം, കെ ബാബു അടക്കം, ശിവകുമാർ അടക്കം. അതെല്ലാം കൂടി അന്വേഷിച്ചിട്ടല്ലേ ആണോ? എനിക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതെല്ലാം അന്വേഷിച്ചിട്ടാണോ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിലും ഇപ്പോൾ തിരുവനന്തപുരം കോടതിയിലും ഈ കേസ് നിൽക്കുന്നത്? അതിൽ അന്വേഷിക്കാവുന്ന കേസും അന്വേഷിക്കേണ്ടാത്ത കേസും തമ്മിൽ വിജിലൻസ് തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും. അത് വിജിലൻസ് ആണ് പറയേണ്ടത്. അതിൽ ഏതൊക്കെ പോയിന്റാണ് അവർ നോക്കിയിട്ടുള്ളത്, ഏതൊക്കെയാണ് അവര് പിന്നീട് അന്വേഷിക്കാൻ വേണ്ടി മാറ്റിവെച്ചത്, അതൊക്കെ അവർ പറയണ്ടേ, വിജിലൻസ് പറയണ്ടേ. യെസ്, ഒറ്റ മിനിറ്റ്. ഇപ്പോൾ സ്റ്റീഫൻ ജോർജ് കൂടി ചേരുന്നു, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം. ശ്രീ സ്റ്റീഫൻ ജോർജ്, വീണ്ടും ബാർക്കോഴ വിവാദം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചർച്ചയാവുകയാണ്, കേസാവുകയാണ്. ആദ്യം എങ്ങനെയാണ് അതിനെ കാണുന്നത്? ശ്രീ സ്റ്റീഫൻ ജോർജ്,
ഇല്ല, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഇല്ലാന്ന് തോന്നുന്നു. ക്ഷമിക്കണം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ വി പി മുസ്തഫ ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടർന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഈ സമയത്ത് എടുക്കേണ്ട ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട്, അതെടുത്തിട്ട് തിരിച്ചു വരാം. വീണ്ടും സജീവ ചർച്ചയാവുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ രാഷ്ട്രീയ നേതാക്കളോടും അതിൻ്റെ പ്രതികരണം ചേരുന്നത്. ശ്രീ വി പി മുസ്തഫ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സ്റ്റീഫൻ ജോർജ് എന്നിവരാണ് ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നത്. സ്റ്റീഫൻ ജോർജ്, അദ്ദേഹത്തിലേക്ക് പോകാം. നേരത്തെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഫോൺ കട്ടായി പോയെന്ന് തോന്നുന്നു. ശ്രീ സ്റ്റീഫൻ ജോർജ്, ഇപ്പോൾ താങ്കളുണ്ടെന്ന് മറുതലയ്ക്കുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ബാർ കോഴ വീണ്ടും ചർച്ചയാവുന്നു, കേസാവുന്നു. എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത്? അല്ല, ഞങ്ങൾ ഇതിനെ കാണുന്നത് ശ്രീ ബിജു രമേശ് ആണല്ലോ ഈ ബാർക്കോഴ കേസ് ആദ്യമായി ആരോപണമായിട്ട് ഉന്നയിച്ചത്. അദ്ദേഹമാണല്ലോ മാധ്യമങ്ങളിലെല്ലാം വന്ന് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. അതിന് വലിയ എൻക്വയറി, അന്വേഷണവും കേസും ഒക്കെ നടന്നല്ലോ. ഇപ്പോ ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നൊന്നും ആരുമല്ലല്ലോ ഇത് ഉയർത്തിക്കൊണ്ടുവന്നത്. നമ്മുടെ താങ്കള് പാർട്ടി ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിലാണ്. അന്ന് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാണി സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് മാണി സാറും താങ്കളൊക്കെ പറഞ്ഞ ഏതോ ഒരു ബാർ മുതലാളി പറഞ്ഞ കാര്യം വെച്ചിട്ട് അന്വേഷിക്കുകയോ, ഏതോ ഒരു ബാർ മുതലാളി എന്ന് തന്നെയായിരുന്നു അതിന്റെ ഒരു വാചകം. അപ്പൊ ഇന്നിപ്പോ ആ ബാർ മുതലാളി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ശരിയാണ്. പക്ഷെ അന്വേഷിച്ചല്ലോ, അന്വേഷിക്കുകയും വളരെ ദീർഘനാൾ കേസ് നടക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു അന്വേഷണവും ഇതുപോലെ 345 പേരുടെ തെളിവെടുത്ത് നടത്തിയ ഒരു അന്വേഷണം വേറെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് വളരെ കാര്യമായി അന്വേഷിച്ചല്ലോ. ഇതാണല്ലോ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം. അതായത് ശ്രീ പി ജെ കുര്യൻ എന്ന് പറഞ്ഞത് ഇരട്ട നീതിയാണ്. KPCC യോഗത്തിൽ വെച്ച് പറഞ്ഞതാണ്. അപ്പൊ അന്നും ഈ ആരോപണം ഉന്നയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് അന്വേഷിക്കണമായിരുന്നു, അന്വേഷിച്ചില്ലല്ലോ. അപ്പോൾ ഇത് മറ്റാരും അല്ല പറഞ്ഞിട്ടുള്ളത്. ആ ആരോപണം ഉന്നയിച്ച വ്യക്തി തന്നെയാണ് വീണ്ടും ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് ആ ആരോപണത്തെ കുറിച്ച് അന്വേഷിക്കണമെന്നല്ലാതെ അന്വേഷിക്കേണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഇന്റർവ്യൂവും പത്രവാർത്തയും ആരോപണവും അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിപുലമായ അന്വേഷണം നടന്നു. ഇപ്പൊ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് ജോസ് കെ മാണി വിഭാഗവും കേരള കോൺഗ്രസും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നിപ്പോ ബിജു രമേശ് ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ അതിൽ വസ്തുത ഉണ്ടായേക്കാം, അന്വേഷിക്കണം എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? വസ്തുത ഉണ്ടായേക്കാമെന്ന് ഞാൻ എങ്ങനെ പറയും? അങ്ങനെ എന്നോട് ചോദിക്കാവോ? അത് ഞാനാണോ പറയേണ്ടത്? അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ട് വേണം വസ്തുത ഉണ്ടായിരിക്കണം എന്ന് പറയേണ്ടത്. അതിന് എനിക്ക് പറയാൻ കഴിയില്ല. വസ്തുത ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത് ഇതിപ്പോ അന്വേഷിക്കുന്നതിൽ തെറ്റ് പറയുന്നവർ എന്നാ പിന്നെ നേരത്തെ എന്തിനാ അന്വേഷിച്ചേ? അപ്പൊ ഇപ്പൊ എന്താ സാഹചര്യം ഉണ്ടായേ? ഇടതുപക്ഷ ജനാധിപത്യം ഈ തെരഞ്ഞെടുപ്പ് വരുന്നു, അതുകൊണ്ട് ഒരു അന്വേഷണം നടത്തിക്കളയാം എന്നാണോ വെച്ചത്? അല്ലല്ലോ. ഇവിടെ എന്താണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ബിജു രമേശ്, അത് അടൂർ പ്രകാശിന്റെ ബന്ധുക്കാരനാണ്, നിങ്ങൾക്കറിയാം, കോൺഗ്രസിന്റെ നേതാവ്, മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുന്നു ഈ ആരോപണം. അങ്ങനെ ആരോപിച്ചപ്പോൾ നേരത്തെ അന്വേഷിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷിക്കുന്നത് തെറ്റില്ല. തീർച്ചയായും. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു സാർ. അദ്ദേഹം അന്ന് ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. ജോസ് കെ മാണി 10 കോടി അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ജോസ് കെ മാണി 10 കോടി വാഗ്ദാനം ചെയ്തു എന്ന്. അതും അദ്ദേഹത്തെ സംശയ നിലയിലാക്കുന്നതല്ലേ? അപ്പൊ അതും അന്വേഷിക്കട്ടെ. അതും അന്വേഷിക്കട്ടെ. ആർക്കാ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത്? അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോട്ടെ. ഒരുപാട് അന്വേഷണം മാണി സാറിനെ കുറിച്ച് നടത്തിയിട്ട് എന്തായി? ഇപ്പൊ ഞാൻ പറഞ്ഞ ആരോപണം വരുമ്പോ അന്വേഷിക്കണോ വേണ്ടോ എന്നുള്ളത് ആണ് പ്രശ്നം. ഇവിടെ അന്വേഷിക്കട്ടെ, കുറ്റക്കാരല്ലെങ്കിൽ അന്വേഷിക്കട്ടെ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തല പറഞ്ഞ ഏത് അന്വേഷിക്കട്ടെ വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ താങ്കളും പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള ആരോപണമൊന്നും അല്ല, എന്നാലും അന്വേഷിക്കട്ടെ. എന്താ പിന്നെ പ്രശ്നം? എന്തിനാണ് പിന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ഇതൊരു ഇഷ്യൂ ആക്കേണ്ടതില്ലല്ലോ. അന്വേഷിച്ചിട്ട് യാതൊരു കുറ്റമില്ല. പക്ഷെ അന്ന് ഇത് വന്നപ്പോഴും അന്ന് മാണി സാറിന്റെ കൂടെ ഉണ്ടായിരുന്നവരും നിങ്ങളൊക്കെ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് തന്നെ ആയിരുന്നില്ലേ? അല്ല, ഞങ്ങളും അന്വേഷിക്കണം എതിര് പറഞ്ഞില്ല. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് എന്താണ്? അന്വേഷിക്കണം. അന്നും ഞങ്ങൾ അന്വേഷണം നടക്കട്ടെ എന്നല്ലേ പറഞ്ഞുള്ളൂ. അന്വേഷിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ പറയേണ്ടത്, നമുക്ക് പറയാൻ കഴിയുമോ? അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞങ്ങൾക്ക് ഇതിനകത്തൊരു രാഷ്ട്രീയ പ്രേരിതമാണോ പുതുതായി ഉണ്ടായ കേസാണോ ഒരു ബോധ്യം ഞങ്ങൾക്കില്ല. ഒരു സംശയം കൂടി സാർ. അന്ന് വന്നിട്ട് 164 അനുസരിച്ചിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3.5 കോടിയോളം ബാർ മുതലാളിമാർ പിരിച്ചു. അതിലൊരു കോടി മാണി സാറിന് കൊടുത്തു, ഒരു കോടി രമേശ് ചെന്നിത്തല കൊടുത്തു, 50 ലക്ഷം ബാബുവിന് കൊടുത്തു, 25 ലക്ഷം ശിവകുമാറിന് കൊടുത്തു എന്നൊക്കെയായിരുന്നു. മാണി സാർ അടക്കമുള്ളവർക്ക് കാശ് കൊടുത്തിരുന്നു എന്നുള്ളായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. ഇവരടക്കം അതിൽ ആദ്യം ഒരു ഏജൻസി വന്നു. അതിൽ ആദ്യം ഒരു ഏജൻസി വന്നു. അതിൽ ആദ്യം തെളിവില്ല എന്ന് വിജിലൻസ് പറഞ്ഞു. രണ്ടാമത് ഇടതുപക്ഷ ഭരണം വന്നു. അപ്പോഴും അതിൽ തെളിവ് കണ്ടെത്താനായിട്ടില്ല. മാണി സാർക്ക് വരെ മീൻസ് ആരോപണം വന്ന കേസിൽ ഒരു തെളിവില്ല എന്ന് കണ്ടെത്തിയ ഒരു മൊഴി, അതിലാണ് വീണ്ടും അന്വേഷിക്കുന്നത് അല്ലേ? അല്ലല്ല, അത് നിൽക്കട്ടെ. അത് രണ്ടാണ്.
മാനസാറിനെതിരെ വിശദമായ അന്വേഷണം നടത്തി പല വിജിലൻസ് റിപ്പോർട്ടുകളും കോടതി കൊടുത്തു. അതിലൊന്നും മാനസാർ കുറ്റക്കാരൻ തെളിയിക്കാൻ അവർ കഴിഞ്ഞില്ല. പരമാവധി പരിശ്രമിച്ചു, പക്ഷെ ഒരു തെളിവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാ ആരോപണവും ക്ലിയർ ആണെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ കഴിയില്ല. ആ മാനസാറിന്റെ കാര്യം അന്വേഷിച്ച പോലെ തന്നെ ഈ ആരോപണവും അന്വേഷിച്ച് നിരപരാധിയാണെങ്കിൽ നിരപരാധിയാണെന്ന്, കുറ്റക്കാരാണെങ്കിൽ കുറ്റക്കാരെന്നുള്ള കാര്യം പുറത്തു വിടട്ടെ. അതല്ലേ ഇതിന്റെ ന്യായവും നീതിയും? അത് പറ. അതെ 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 അതാണ്. അപ്പൊ അന്വേഷണങ്ങൾ നടക്കട്ടെ, ഓക്കെ, നിരപരാധികൾ പുറത്തു വിടട്ടെ. അപ്പൊ എല്ലാവർക്കും നല്ലതല്ലേ അത്? അതാണ് ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാട്. സാർ, ഞാൻ തിരിച്ചു വരാം. ശ്രീ VP മുസ്തഫ, താങ്കളിലേക്ക് കൂടി. നമ്മളൊരു രാഷ്ട്രീയ കൗതുകം കൂടിയാണ് കേരള കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ എന്താണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് പോയത്. അദ്ദേഹത്തിന്റെ നിലപാട്, പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ശ്രീ VP മുസ്തഫ, ഇതിപ്പോൾ ഇടത് സർക്കാരിന്റെ കാലത്തും അന്വേഷിച്ചിട്ട് തെളിവുകൾ കിട്ടാത്തൊരു കേസ് അത് വീണ്ടും അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രതീക്ഷിക്കാം, അല്ലേ? അല്ല, ഇവിടെ ഇപ്പോ എന്താ ഉണ്ടായിട്ടുള്ളത്? ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. ഒരു പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു. ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ അന്നത്തെ KPCC പ്രസിഡന്റും അന്നത്തെ 2 കോൺഗ്രസ് മന്ത്രിമാരും ഉൾപ്പെടെ ആരോപണ വിധേയരായിരിക്കുന്നു. അത് സംബന്ധിച്ച് അന്വേഷണത്തിനുള്ള അനുവാദത്തിന് കൊടുത്തിരിക്കുകയാണ്. ഗവർണറും സ്പീക്കറും അതിന് അനുവാദം കൊടുക്കണത്രേ. കൊടുത്താലേ അന്വേഷണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്തിനാണ് ഈ കോൺഗ്രസുകാർക്ക് ഇത്ര വലിയ വേവലാതി? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് ഇന്നത്തെ മന്ത്രി MM മണിയെ പിടിച്ച് എന്തിനാ ജയിലിലിട്ടത്? എത്ര ആഴ്ചകളാണ് അദ്ദേഹത്തെ ജയിലിലിട്ടത്? ഇതേ തിരുവഞ്ചൂർ ഉൾപ്പെടുന്ന മന്ത്രിസഭയല്ലേ അത് ചെയ്തത്? എത്രയോ വർഷം മുമ്പ് നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പേരിലല്ലേ ഇടുക്കിയിലെ ഏറ്റവും അഭിവന്യനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചത്? ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പഴയൊരു കൊലപാതകത്തെ കുറിച്ച് പരാമർശിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ അന്വേഷണം നടത്തുമെന്നുള്ളത് UDFന്റെ കാലത്ത് കാണിച്ചു തന്ന രീതിയാണ്. അവരതിന്റെ മേൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു നേതാവിനെ പിടിച്ച് ശ്രീ VP മുസ്തഫ, ആ പോയിന്റിൽ ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ പ്രതിപക്ഷം തിരുവഞ്ചൂർ ടെലിഫോണിൽ കട്ടായി പോയി, അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് പറവടി പോകാൻ പറ്റില്ലേ? അപ്പൊ അതേ നേരത്തെ പറഞ്ഞ പോയിന്റ്, ഇതിൽ എന്താണ് പുതിയതായിട്ടുള്ളത് എന്നുള്ളതാണ്. അത് പുതിയത് ഇത് തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ അന്വേഷണം അന്നത്തെ ഭരണസ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കപ്പെടുകയും ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെ അട്ടിമറിക്കപ്പെട്ടില്ലേ? യഥാർത്ഥത്തിൽ അന്ന് ബിജു രമേശിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ അന്ന് പിടിക്കപ്പെട്ടിരുന്നില്ലേ? അങ്ങനെ പിടിക്കപ്പെട്ട മൊബൈൽ ഫോണിലേക്ക് വന്ന കോൾ ഷീറ്റുകൾ, മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടുകൾ പോലും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഗൗരവതരമായ ആരോപണമല്ലേ പുറത്തു വന്നിരിക്കുന്നത്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയൊരു അന്വേഷണത്തിലുള്ള അനുവാദം ചോദിച്ചിരിക്കുന്നു. അനുവാദം കിട്ടും, ഗവർണർ അനുവാദം തരുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. കാരണം സമയപരിമിതി കാരണം വരുന്നു. ഏതായാലും 4.5 വർഷം മുമ്പ് ഈ കേസ് വന്നു. ആ കേസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അത് അന്വേഷിച്ചിട്ട് കോടതിയിലാണ്. ഇപ്പോഴും ഒരു കൃത്യമായ തീരുമാനമായിട്ടില്ല. ഇപ്പോഴും കേസ് വരുന്നു. അതിന്റെ സമയത്ത് തീരുമാനിക്കട്ടെ, അല്ലേ ശ്രീ മുസ്തഫ? അല്ലെ, നീണ്ടാലും ഇല്ലെങ്കിലും അങ്ങനെയല്ലേ? അത് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇപ്പോൾ UDFും BJPയും ബായിയാണ്. സ്വാഭാവികമായിട്ടും ഗവർണർ സ്വാധീനം ചെലുത്തി. ചിലപ്പോ ഈ ഗവൺമെന്റ് ഇപ്പൊ ചോദിച്ച അനുവാദം തന്നെ കിട്ടണമെന്നില്ല. അങ്ങനെ വന്നാൽ ഈ അന്വേഷിക്കാനുള്ള സാധ്യത തന്നെ കോൺഗ്രസും UDFും BJPയും ചേർന്ന് അട്ടിമറിക്കും. അതുകൊണ്ട് അന്വേഷണം നടക്കോ ഇല്ലയോ എന്നുള്ളത് ഗവർണറുടെ അനുവാദം കൂടി വന്നിട്ടേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷെ പുതിയ ആരോപണം വന്നിരിക്കുന്നു. വെറുതെ ആരോപണമല്ല, കൃത്യമായിട്ടുള്ള രീതിശാസ്ത്രം പറഞ്ഞിരിക്കുന്നു. 2011-16 UDF ഭരണകാലം എത്രമാത്രം ജീർണമായിരുന്നു. അപ്പോൾ അന്ന് കെ മാണിക്കെതിരെ അടക്കമുള്ള കേസ് കൃത്യമായി അന്വേഷിച്ച് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ശ്രീ മുസ്തഫ പറയുന്നത്, അല്ലേ? അന്നത്തെ ആരോപണങ്ങളുടെ മേൽ കൊടുത്തിട്ടുള്ള അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. KM മാണി സാറ് തന്നെ UDF കാലത്ത് ആ മുന്നണി വിട്ട അനുഭവം ഉണ്ടായി. എന്തിനാ അദ്ദേഹം മുന്നണി വിട്ടത്? ഈ കേസ് അന്വേഷണത്തിന്റെ പേരിൽ ഞാൻ സമയപരിധി കാരണമാണ്. വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിനും. ഏതായാലും കേസ് വീണ്ടും വരുന്നു, വലിയ ചർച്ചയായിരുന്നു. ശ്രീ മുസ്തഫ പറഞ്ഞ പോലെ തന്നെ ഗവർണർ അനുമതി കൊടുത്താലാണ് FIR വരികയുള്ളൂ. അതും വലിയൊരു സസ്പെൻസാണ്. ഏതായാലും ഈ ദിവസം തന്നെ ഒരാളുടെ വാക്കുകൂടിയുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് ഈ ചർച്ച നിർത്താം. ബാർ കോഴ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ട തെളിവൊന്നും കണ്ടെത്താനായില്ല എന്ന് വിജിലൻസ് മുൻ മേധാവി വിൻസൻ എം പോൾ പറഞ്ഞു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് വിൻസൻ എം പോൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറുന്നത് തന്നെ ഒരു വലിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അന്ന് അങ്ങെടുത്തൊരു നിലപാട്, അതിൽ കോടതിയിലുണ്ടായ വിമർശനം, തുടർന്ന് അന്നത്തെ യാത്രയപ്പ് ചടങ്ങിൽ തന്നെ ജീവനക്കാരോട് വൈകാരികമായി തന്നെ സംസാരിച്ചാണ് പടിയിറങ്ങിയെന്നും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ആ നിലപാടുകൾ തന്നെയായിരുന്നു ബാർക്കോസ്. 100% എനിക്ക് തോന്നുന്നത് അതിപ്പോൾ കാലം തെളിയിച്ച് തന്നെ കഴിഞ്ഞു. ഞാൻ അന്ന് പടിയിറങ്ങാൻ നേരത്തും പറഞ്ഞത്,
വിൻസെൻ്റ് പോൾ എന്ന് പറയുന്ന വ്യക്തി അപ്രസക്തമാണ്. ആ ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമല്ല, ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയാണ് വേണ്ടത്. പിന്നെ അന്ന് പറഞ്ഞിരുന്നു, ഞാൻ ആ കേസ് അട്ടിമറിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തു, എഴുതി തള്ളാനായിട്ട് നിർദ്ദേശം കൊടുത്തു. അന്നും ഞാൻ ആ കൊടുത്തേക്കുന്ന നിർദ്ദേശങ്ങൾ ഇപ്പോഴും ആ ഫയലിലുണ്ട്. പിന്നെ ബാർക്കോഴ കേസിനെ കുറിച്ച് വീണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് സുപ്രീം കോടതിയിലെ 2 പ്രഗത്ഭ അഡ്വക്കേറ്റ്സിൻ്റെ ഒപ്പീനിയൻ ഞാൻ തേടിയിട്ടുണ്ട്. ആ അഡ്വക്കേറ്റ്സ് അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്, ഇത് എവിടെയാണ് നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്ത് എവിഡൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്, സത്യത്തിൽ നിങ്ങൾ ഈ കേസ് പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാമെന്നാണ്. അതിൽ ആ ഒരു അഡ്വക്കേറ്റ്, അന്നത്തെ ഒരു അഡ്വക്കേറ്റ് ഇന്ന് സുപ്രീം കോടതി ജഡ്ജിയാണ്, പ്രഗത്ഭനായ ഒരു ജഡ്ജിയാണ്, എല്ലാവരും വിലമതിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു ജഡ്ജിയാണ്. മറ്റൊരു അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിൽ ആൾക്കാർ ഒരു നിയമവിദഗ്ധനാണ്, ഇതുപോലെയുള്ള എക്സ്പേർട്സിനെ വേണമെന്ന് പറയുന്ന രീതിയിൽ കരുതുന്ന ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ അവരുടെ ആ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫയലിലുള്ള കാര്യമാണ്. ബാർക്കോഴ കേസിൽ 2 വാർത്തകളാണെന്ന് പ്രധാനമായി വന്ന, ഒന്ന് ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ, 2 അതേ കേസിൽ വീണ്ടും അന്വേഷണത്തിന് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് കാലമാണ്, ബാക്കി കാത്തിരുന്ന് കാണാം. നമസ്കാരം.